വോട്ടെടുപ്പിന് രണ്ടാഴ്ച ബാക്കി നിൽക്കെ മുഖ്യമന്ത്രി ചർച്ചകൾക്ക് തിടുക്കമിട്ട കോൺഗ്രസ് നേതാക്കൾ. കെ സുധാകരന് പിന്നാലെ മുതിർന്ന നേതാവ് പി.ജെ. കുര്യനും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് രമേശ് ചെന്നിത്തലയെ പരസ്യമായി പിന്തുണച്ചു. മുഖ്യമന്ത്രി സ്ഥാനം താൻ ആഗ്രഹിക്കുന്നില്ല എന്ന് കെ.സി. വേണുഗോപാൽ പറഞ്ഞു. മാതൃഭൂമി ന്യൂസ് ഇലക്ഷൻ ബസ്സിലാണ് കെ.സി. വേണുഗോപാൽ നിലപാട് അറിയിച്ചത്. മുൻപ് നടക്കാറുള്ളതുപോലെ ഇലക്ഷന് ശേഷം മുഖ്യമന്ത്രിയെ നിശ്ചയിക്കും എന്ന് വി.ഡി. സതീശനും പ്രതികരിച്ചു. I will fight to the end. 2021 ഒക്ടോബർ മാസം 3-ാം തീയതി ഒരു പൊതുചടങ്ങിൽ പങ്കെടുക്കവേ രമേശ് ചെന്നിത്തല പറഞ്ഞ വാക്കുകളാണിത്. കേരളത്തിന്റെ മുഖ്യമന്ത്രിയാകാൻ സ്വപ്നം കണ്ടു നടന്ന ആളാണ്. പക്ഷേ മുന്നണിക്ക് ഭൂരിപക്ഷം കിട്ടിയില്ല. അതുകൊണ്ടൊന്നും താൻ ആ സ്വപ്നം മറച്ചു വെക്കുകയോ ആ സ്വപ്നത്തിൽ നിന്ന് മാറി നടക്കുകയോ ചെയ്യുന്നില്ല. ഐ വിൽ ഫൈറ്റ് ടു ദ എൻഡ്. ചുരുക്കത്തിൽ അദ്ദേഹത്തിന്റെ മനസ്സിൽ മുഖ്യമന്ത്രി കസേര എന്നത് ഇപ്പോഴും നിലനിൽക്കുന്നു എന്ന് ചുരുക്കം. തിരഞ്ഞെടുപ്പിന് മാസങ്ങൾക്ക് മുൻപ് തന്നെ അധികാരത്തിലേക്ക് എത്താൻ കഴിയുമെന്ന വിലയിരുത്തലാണ് UDF-ൽ ആകമാനമുണ്ടായിരുന്നത്. അതിനാൽ തന്നെ മുഖ്യമന്ത്രി സ്ഥാനം സംബന്ധിച്ചുള്ള ചർച്ചകളും അനൌദ്യോഗികമായി തുടങ്ങിയിരുന്നു. താഴെത്തട്ടിൽ വരെ അത് പ്രകടവുമായിരുന്നു. മുതിർന്ന നേതാവ് കെ സുധാകരൻ അടക്കം മത്സരിക്കാൻ താല്പര്യപ്പെട്ടതിന്റെ അടിസ്ഥാന കാരണവും ഇതുതന്നെയാണ്. കേരളത്തിന് എന്തായാലും മെയ് 9-ാം തീയതി നമ്മൾ ജയിക്കും. നമ്മൾ ജയിച്ചാൽ ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് നമ്മുടെ മുഖ്യമന്ത്രി ചിലപ്പോൾ ഇവിടെ ഇരിക്കുന്ന രമേശായിരിക്കും. മുതിർന്ന നേതാവ് പി.ജെ. കുര്യന്റെ ഉള്ളിൽ മാത്രമല്ല, കെ സുധാകരന്റെ മനസ്സിലും ചെന്നിത്തല തന്നെയാണ്. എന്നാൽ വാർത്തകളെ അദ്ദേഹം പാടെ നിഷേധിക്കുന്നു. ഇതൊന്നും ഇപ്പൊ ചർച്ച ചെയ്യേണ്ട വിഷയമല്ല. ഇപ്പൊ നമ്മൾ ഗവൺമെന്റ് വരിക, കേരളത്തിലെ ജനങ്ങളുടെ ആഗ്രഹം ഒരു പുതിയ ഗവൺമെന്റ് വരിക എന്നുള്ളതാണ്. അല്ല വേറെ ഒരു വിഷയം ചർച്ച ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല. UDF-ന് അധികാരം കിട്ടുകയും മുതിർന്ന നേതാക്കൾ തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്യുന്ന പക്ഷം മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കടുത്ത മത്സരം ഉണ്ടാകുമെന്ന് തീർച്ചയാണ്. ഒത്തുതീർപ്പ് സ്ഥാനാർത്ഥിയായി കെ.സി. വേണുഗോപാൽ വന്നു ചേരാനുള്ള സാധ്യതയും കോൺഗ്രസ് കേന്ദ്രങ്ങൾ തള്ളിക്കളയുന്നില്ല. 24 മണിക്കൂറും ഈ പാർട്ടിക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്തിട്ട് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണമെന്ന് ആഗ്രഹം ഉണ്ടാകുമ്പോൾ അത് കിട്ടാതെ പോകുന്നവർ, വിഷമങ്ങളെല്ലാം മനസ്സിലൊതുക്കിയിട്ട് പാർട്ടി സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാൻ വേണ്ടി രംഗത്തിറക്കുന്നവർ, അവരെ ചേർത്ത് നിർത്തുക. ഇതാണ് എൻ്റെ സന്തോഷം. ഒരു മുഖ്യമന്ത്രി കസേരയിലല്ല. അങ്ങനെ ഒരു ആഗ്രഹവും വ്യക്തിപരമായിട്ട് വെച്ച് പുലർത്തുന്ന ഒരാളല്ല ഞാൻ. ഒരു ചർച്ചയില്ല. കാരണം മുതിർന്ന നേതാക്കന്മാർ തമ്മിൽ കൃത്യമായ ധാരണയുണ്ട്. അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിക്ക് ഒരു പ്രൊസീജിയർ ഉണ്ട്. ആ പ്രൊസീജിയർ അനുസരിച്ച് തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ തെലങ്കാനയിലും കർണാടകത്തിലും ചെയ്തതുപോലെ ഒരു മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കുക. അതിൻ്റെ അപ്പുറത്തേക്ക് വേറൊന്നുമില്ല. CK അഭിലാൽ, മാതൃഭൂമി ന്യൂസ്, പത്തനംതിട്ട.